ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് iBall കാസ്റ്ററിൻ്റെ ഹോം തിയേറ്റർ ആണ്. അപ്പോൾ നമ്മൾ iBallൻ്റെ കാസ്റ്ററിൻ്റെ ഒരുപാട് ഹോം തിയേറ്ററൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് ഒരുപാട് മോഡൽ ഓണത്തിന് വേണ്ടിയിട്ട് അവർ പ്രത്യേകമായിട്ട് ഇറക്കിയിട്ടുണ്ട്. അതായത് ലോ ബഡ്ജറ്റ് തന്നെ ഒരുപാട് മോഡൽ ഹോം തിയേറ്റർ അവർ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ ഏതാണെന്ന് അൺബോക്സ് ചെയ്ത് നോക്കേണ്ടതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്കെന്ന് വെച്ചാൽ ചെറിയൊരു ടവർ സ്പീക്കർ ഉണ്ട്, നമുക്കത് അൺബോക്സ് ചെയ്യാം. അത് iBall കാസ്റ്ററിൽ തന്നെ വരുന്ന ഹോം തിയേറ്റർ തന്നെയാണ്. അപ്പോൾ വളരെ വിലക്കുറവിലാണ് നമുക്കത് കിട്ടുന്നത്. നല്ല ബാസ് ഉണ്ട്, സെപ്പറേറ്റ് 2 ബാസ് ട്യൂബൊക്കെ വരുന്നുണ്ട്. കൂടാതെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ടവറായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ iBallൻ്റെ തന്നെ പ്രൊഡക്റ്റായ കാസ്റ്ററിൽ നിന്നാണ് നമുക്ക് ഈ പ്രൊഡക്റ്റുകളൊക്കെ വരുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കുക, എന്നാലും ഞാനിന്ന് പുതിയ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ. കൂടാതെ പ്ലേലിസ്റ്റിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്, നിങ്ങൾക്ക് അവിടെ നോക്കിയിട്ട് വീഡിയോസൊക്കെ കാണാവുന്നതാണ്. അപ്പോൾ നല്ലൊരു പാക്കിങ്ങിൽ തന്നെയാണ് നമ്മുടെ ഹോം തിയേറ്റർ വന്നിട്ടുള്ളത്. കൂടാതെ 2 ടവറായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാം എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ റിമോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ഓക്സ് കേബിൾ ഉണ്ട്, കൂടാതെ വാറണ്ടി കാർഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, പിന്നെ FM-ൻ്റെ ആൻറ്റിനയും കൂടി അതിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ബോക്സിൽ തന്നെ 2 മിഡ് റേഞ്ച് സ്പീക്കറും പിന്നെ ഒരു സബ് വൂഫറും കൂടിയാണ് വരുന്നത്. കൂടാതെ നമുക്ക് നോക്കുമ്പോൾ ഫ്രണ്ടിൽ വോളിയം കാണാം, കൂടാതെ സബിൻ്റെ വോളിയം കാണുന്നുണ്ട്. അപ്പോൾ നമുക്കിത് വളരെ സിമ്പിളായിട്ടുള്ള മോഡലാണ് കമ്പനി ഇത് ഹോം തിയേറ്റർ ഇറക്കിയിട്ടുള്ളത്. കൂടാതെ മാനുവലായിട്ടുള്ള വോളിയം കൺട്രോളാണ് വന്നിട്ടുള്ളത്. കൂടാതെ നമുക്ക് വയർ കണക്ട് ചെയ്തിട്ടുള്ള മൈക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. കൂടാതെ അവിടെ നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കാസ്റ്റർ തന്നെയാണ് നമ്മുടെ ഈ ഹോം തിയേറ്റർ വരുന്നത്. iBall കാസ്റ്റർ ഒരു കമ്പനി തന്നെയാണ് വരുന്നത്. അപ്പോൾ 2 സബ്ബാണ് ഇതിൽ നമുക്ക് വന്നിട്ടുള്ളത്. നമുക്ക് കാര്യങ്ങൾ ഡീറ്റെയിലൊക്കെ നമുക്ക് കൂടുതലായിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലിരിക്കുന്ന ഈ ആംപ്ലിഫയർ ബോക്സിലാണ് നമുക്കിതിൻ്റെ ആംപ്ലിഫയർ, ട്രാൻസ്ഫോമർ കാര്യങ്ങൾ, ആംപ്ലിഫയർ എല്ലാം ഇതിൻ്റെ ഉള്ളിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മുടെ USB-ൻ്റെ സ്ലോക്കറ്റ് കാണുന്നുണ്ട്. കൂടാതെ SD കാർഡ് നമുക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഓക്സ് കണക്ഷൻ ഉണ്ട്. കൂടാതെ പ്രിവ്യൂ, നെക്സ്റ്റ്, പ്ലേ, പോസ് സ്വിച്ചൊക്കെ കാണുന്നുണ്ട്. പിന്നെ സബിൻ്റെ വോളിയമാണ്, പിന്നെ മെയിൻ വോളിയമാണ്. കൂടാതെ മൈക്കിൻ്റെ കണക്ഷനും കൂടി നമുക്കിവിടെ കാണാവുന്നതാണ്. നമുക്ക് മൈക്ക് കൊടുത്തിട്ട് കരോക്കെ ഇട്ട് പാടാൻ പറ്റുന്നതാണ്. കൂടാതെ എക്കോ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ നമുക്ക് പ്രീസ്വിച്ചിൽ പിടിച്ച് ഞെക്കിയ ശേഷമാണ് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. കൂടാതെ റിമോട്ടിൽ തന്നെ നമുക്ക് എക്കോയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. നമ്മൾ ബാക്കിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുന്ന ഓക്സ് ഇൻപുട്ട് കാണുന്നുണ്ട്. കൂടാതെ ആൻറ്റിന ഉണ്ട്. കൂടാതെ തൊട്ടിപ്പുറമുള്ള സ്പീക്കറിലേക്കുള്ള ഇൻപുട്ടാണ് കാണുന്നത്. പിന്നെ തൊട്ടിപ്പുറം കാണുന്നത് സബ് വൂഫറാണ്, സബ് വൂഫറിലേക്കുള്ള ഔട്ട്പുട്ടാണ്. അപ്പോൾ 2 സബ് വൂഫറാണ് നമുക്ക് ഈ ഹോം തിയേറ്ററിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്ന് നമ്മൾ മെയിൻ ഇതിൽ വരുന്നതും കൂടാതെ മറ്റേ ബോക്സിലും കൂടി അങ്ങനെ 2 സബ്ബാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ക്ലാരിറ്റിയുള്ള ബാസാണ് നമുക്കിതിൽ കിട്ടുന്നത്. അപ്പോൾ 2 സെപ്പറേറ്റ് ആംപ്ലിഫയർ ആയിട്ട് വരുന്നതുകൊണ്ട് 2 നല്ല വർക്കിംഗ് തന്നെയാണ് നമുക്കിതിൽ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ തൊട്ട് ഇപ്പുറത്ത് ബോക്സിലേക്ക് നോക്കുമ്പോൾ 2 വയറാണ് കാണുന്നത്. നമുക്ക് 2 വയർ വരുന്നത്, ഒന്ന് നമുക്ക് സാധാ സ്പീക്കറിലേക്കുള്ള കണക്ഷനാണ് വരുന്നത്. അപ്പം മിഡ് റേഞ്ച് സ്പീക്കറിലേക്കുള്ള കണക്ഷനും സബിലേക്കുള്ള കണക്ഷനുമാണ് നമുക്കിതിൽ കാണുന്നത്. അപ്പോൾ അങ്ങനെ 2 വയറാണ് നമുക്കിതിൽ വന്നിട്ടുള്ളത്. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു കറക്റ്റ് പെർഫോമൻസ് കിട്ടാൻ വേണ്ടിയാണ് സെപ്പറേറ്റ് സബ് വൂഫറിൻ്റെ ആംപ്ലിഫയർ കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് മിഡ് റേഞ്ച് ചാനലായിട്ടുള്ള സ്റ്റീരിയോ ചാനലും നമുക്ക് 2 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ വർക്കിംഗ് കാര്യങ്ങളൊക്കെ മറ്റുള്ള ടവർ സ്പീക്കറിനെ അപേക്ഷിച്ച് ഇതിൽ നമുക്ക് ഹോം തിയേറ്ററിൻ്റെ ഒരു ബാസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം വരുന്ന ടവർ സ്പീക്കറിലൊക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാം കൂടി ഒരു കണക്ഷനാണ് പോകുന്നുള്ളൂ. അതിൽ നിന്നാണ് നമ്മൾ ക്രോസ് ഓവറൊക്കെ വെച്ചിട്ട് നമുക്ക് ബാസ് ഇതൊക്കെ തിരിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സംഭവം ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. നമുക്ക് സ്റ്റാൻഡ് ബൈ ഇവിടെ ഓൺ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ പവർ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓൺ ചെയ്യുമ്പോൾ നമുക്കിതിൽ ഓക്സിലറി കാണുന്നുണ്ട്, എക്കോ കാണുന്നുണ്ട്. കൂടാതെ നമ്മൾ തൊട്ട് പിറതായിട്ട് നമുക്ക് എക്കോൻ്റെ മൈനസ് പ്ലസ് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമുക്ക് എക്കോ കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്നതാണ്. പിന്നെ ബ്ലൂടൂത്ത് വരുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് FM ആണ്. അപ്പോൾ നമുക്ക് FM വേണമെങ്കിൽ നമുക്ക് FM-ൻ്റെ ഏരിയയിൽ ഇതിൽ വരുന്നുണ്ട്. നമുക്ക് കണക്ട് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. കൂടാതെ നമുക്ക് കരോക്കെ ഇട്ട് പാടാൻ വേണ്ടി മൈക്ക്, വയറുള്ള മൈക്ക്, വയർഡ് മൈക്ക് നമുക്കിവിടെ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇൻപുട്ടുമായിട്ട് വരുന്ന സംഭവങ്ങളൊക്കെ. അപ്പോൾ നമ്മളിവിടെ ബ്ലൂടൂത്താണ് കണക്ട് ചെയ്യുന്നത്. ബ്ലൂടൂത്തിൽ നമുക്ക് ഇവിടെ കാസ്റ്റർ എന്നാണ് തെളിഞ്ഞു വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാസ്റ്റർ കണക്ട് ചെയ്ത് കൊടുക്കാം, പെയർ ചെയ്യാം. അപ്പോൾ നല്ല മ്യൂസിക്കും കാര്യങ്ങളൊക്കെ വെക്കണമെന്നുണ്ട്. അപ്പോൾ നമുക്ക് യൂട്യൂബ് കോപ്പിറൈറ്റ് തരുന്നതുകൊണ്ട് നമുക്ക് നല്ല മ്യൂസിക്കും കാര്യങ്ങളൊന്നും വെക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള സോങ്ങും കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ നല്ല സിനിമ സോങ്ങൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വർക്കിംഗ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഞാൻ വർക്ക് ചെയ്ത് നോക്കിയപ്പോൾ നല്ല വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്.
അപ്പോൾ മറ്റ് ടവർ സ്പീക്കറിനൊക്കെ അപേക്ഷിച്ച് നമുക്കിതിൽ നോക്കുമ്പോൾ 2 സബ് വൂഫറിൻ്റെ കണക്ഷനാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബാസ് നമുക്ക് കിട്ടുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിൽ നിന്ന് നമുക്ക് ബാസ് കറക്റ്റായിട്ട് കിട്ടുന്നതുകൊണ്ട് അതിൻ്റെ ഒരു എഫക്റ്റ് തന്നെ വേറെ തന്നെയാണ്. നമുക്കിത് ഇച്ചിരി വൈഡായിട്ട് വെച്ചിട്ട് നമുക്ക് ടി വിക്കൊക്കെ കണക്ട് ചെയ്യുകയാണെങ്കിലും ബാസും കാര്യങ്ങളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിതിന്ന് രണ്ടിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് മാറി മാറി കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് മറ്റൊരു രീതിയിൽ തന്നെ നമുക്കിതിൽ അറിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 2 സബ്ബാണ് നമുക്കിതിൽ കണക്ട് ചെയ്തിട്ടുള്ളത്. കൂടാതെ 2 മിഡ് റേഞ്ച് ട്യൂട്ടർ സ്പീക്കറാണ് നമുക്കിതിൽ 2 ഒരു ബോക്സിൽ കണക്ട് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഫ്രണ്ടിൽ ഡിസ്പ്ലേ ലൈറ്റായിട്ട് LED ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ലൈറ്റിംഗ് എഫക്റ്റും കൂടി ഉണ്ട്. അപ്പോൾ ഇതിൽ വർക്കിംഗ് കാര്യങ്ങളൊക്കെ നല്ല ടോപ്പാണ്. കൂടാതെ നമ്മുടെ മെയ്ഡ് ഇൻ ഇന്ത്യൻ പ്രൊഡക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ പ്രൊഡക്റ്റ് മേടിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ മേടിക്കാവുന്നതാണ്. കൂടാതെ നോർമലായിട്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന ഹോം തിയേറ്ററാണ്. അപ്പോൾ ഇതിൽ നമുക്ക് 2-3 സോങ് പ്ലേ ചെയ്ത് നോക്കാം. വീഡിയോയിലായതുകൊണ്ട് അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. നമ്മൾ കേൾക്കുമ്പോൾ നല്ലൊരു സൗണ്ടും ക്ലാരിറ്റിയൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ TT8050 എന്നാണ് ഇതിൻ്റെ മോഡൽ വരുന്നത്. നമുക്കിതിന് മാക്സിമം വാട്ട്സ് വരുന്നത് 80 വാട്ട്സ് RMSലാണ് വരുന്നത്. PMBOയിൽ വരുമ്പോൾ 10,000 വാട്ട്സ് PMBOയിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ RMS വരുന്നത് 80 വാട്ട്സിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബ്ലൂടൂത്ത് ഇൻപുട്ട് കാര്യങ്ങളൊക്കെ നമുക്കിതിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഓണത്തിന് വേണ്ടി ഇറക്കിയിട്ടുള്ളതിൽ ഏറ്റവും ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും വില കുറവിൽ ഇറക്കിയിട്ടുള്ള ഒരു ടവർ സ്പീക്കർ തന്നെയാണിത്. കൂടാതെ നമ്മൾ TT8050 DLX ഒക്കെ നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ ഞാൻ iBall കൊടുക്കുന്നുണ്ട്, അവിടെ നിന്ന് കാണാം. കൂടാതെ TT950 എന്നൊരു മോഡലുണ്ട്, അത് 5.1 ആയിട്ടാണ് വരുന്നിട്ടുള്ളത്. ഇതും ലോ ബഡ്ജറ്റ് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഹോം തിയേറ്ററും കൂടിയാണ്. അപ്പോൾ നോർമലായിട്ടുള്ള വർക്കിംഗ് കാര്യങ്ങളൊക്കെ നമുക്കിതിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ TT2099 DLX. അപ്പോൾ ഇത് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ ഈ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. നല്ല വാട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഹോം തിയേറ്ററാണത്. കൂടാതെ TT951 എന്നുള്ള ഹോം തിയേറ്ററും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതും 5.1 ഹോം തിയേറ്ററാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്, വളരെ കുറവാണ്. ഈ ഹോം തിയേറ്ററുകളൊക്കെ നമ്മുടെ തൊട്ടടുത്തുള്ള ഷോപ്പുകളിലൊക്കെ ഇത് കിട്ടുന്നതാണ്. നിങ്ങൾക്കതൊക്കെ അവിടെ നിന്ന് മേടിക്കാവുന്നതാണ്. നിങ്ങൾക്ക് അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മേടിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.